മണിപ്പൂരിൽ അയവില്ലാതെ സംഘർഷം. കേന്ദ്രമന്ത്രി രാജ്കുമാർ രഞ്ജൻ സിംഗിന്റെ ഇംഫാലിലെ വസതിക്ക് അക്രമികൾ തീയിട്ടു. അക്രമസമയത്ത് മന്ത്രി വീട്ടിൽ ഉണ്ടായിരുന്നില്ല. സുരക്ഷാസേനയും ആൾക്കൂട്ടവും പലയിടങ്ങളിലും ഏറ്റുമുട്ടി. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷത്തിൽ 9 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ ഇംഫാലിൽ വീണ്ടും അക്രമങ്ങൾ തുടരുകയാണ്. ഗവർണറുടെ അധ്യക്ഷതയിലുള്ള സമാധാന സമിതിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സമാധാന ശ്രമങ്ങൾ നടത്തിയിട്ടും മണിപ്പൂരിൽ ഇതുവരെ കലാപമടങ്ങിയിട്ടില്ല. മെയ് 3 തുടങ്ങിയ കലാപം മണിപ്പൂരിൽ ഇപ്പോഴും തുടരുകയാണ്. ഇംഫാലിൽ പ്രഖ്യാപിച്ചിരുന്ന നിരോധനാജ്ഞ ലംഘിച്ചാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി RK രഞ്ജൻ സിംഗിന്റെ വസതിയിലേക്ക് ആൾക്കൂട്ടം ഇരച്ചെത്തിയത്. 1000-ലധികം പേരടങ്ങിയ ആൾക്കൂട്ടം പെട്രോൾ ബോംബുകൾ എറിയുകയായിരുന്നു. അക്രമം നടന്ന സമയത്ത് മന്ത്രി വീട്ടിലുണ്ടായിരുന്നില്ല. സംസ്ഥാനത്ത് നടക്കുന്ന സംഭവങ്ങളിൽ അതീവ ദുഃഖമുണ്ടെന്നും മനുഷ്യത്വരഹിതമായ നടപടിയാണ് അക്രമികൾ സ്വീകരിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പ്രതികരിച്ചു. The mob violence, you cannot identify it whether this is church or this is temple. Everything is there. Demolished. More than 70,000 the peoples were displaced. We are free. India, you know, is secular. Anybody can, any community can have their own faith. There is no restriction, not on that base. But this is unwanted and this is unguarded incident. അക്രമം തടയാൻ സുരക്ഷാ സേന സ്ഥലത്തെത്തിയപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ സേനയുമായി ഏറ്റുമുട്ടി. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും മറ്റു സുരക്ഷാ ഉദ്യോഗസ്ഥരും ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ബലപ്രയോഗം നടത്തുകയും കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തു. അതേസമയം മണിപ്പൂരിലെ അക്രമങ്ങൾ വിലയിരുത്താൻ ആഭ്യന്തര കാര്യങ്ങൾക്കായുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേരണമെന്ന് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മോൺസൺ മാവുങ്കൽ തട്ടിപ്പ് കേസിൽ KPCC അധ്യക്ഷൻ K. സുധാകരന് താൽക്കാലിക ആശ്വാസം. സുധാകരനെ ഈ മാസം 21 വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. സുധാകരനെ അറസ്റ്റ് ചെയ്യുമോ എന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു. സാഹചര്യത്തിനനുസരിച്ച് അത് പറയാൻ കഴിയൂ എന്നായിരുന്നു സർക്കാരിന്റെ മറുപടി. ഡാനി പോളിന്റെ റിപ്പോർട്ടിലേക്ക്. ഹൈക്കോടതി നടപടി KPCC പ്രസിഡന്റ് K. സുധാകരന് താൽക്കാലിക ആശ്വാസമാണ്. 21-ാം തീയതിയാണ് കേസ് പരിഗണിക്കുന്നത്. അതുവരെയാണ് അറസ്റ്റ് തടഞ്ഞിട്ടുള്ളത്. ഇതിൽ അറസ്റ്റ് ചെയ്യുമോ എന്ന കാര്യം ചെയ്യുമോ എന്ന് സർക്കാരിനോട് ചോദിച്ചപ്പോൾ അക്കാര്യത്തിൽ ഉറപ്പ് പറയാനാവില്ല. സാഹചര്യങ്ങൾ അനുസരിച്ചായിരിക്കും തീരുമാനമുണ്ടാകുക എന്നാണ് സർക്കാർ കോടതിയിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അറിയിച്ചത്. എന്തായാലും 21-നാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. മുൻകൂർ ജാമ്യം തേടിക്കൊണ്ടുള്ള ഹർജിയിൽ 21-ന് വീണ്ടും പരിഗണിക്കുന്നത് വരെയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകരുതെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 21-ന് വീണ്ടും പരിഗണിക്കും. ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എത്തണം എന്ന നിർദ്ദേശമാണ് ഇതിൽ നോട്ടീസാണ് നൽകിയിരുന്നത്. ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നത്. ഇതിൽ സാവകാശം തേടുകയും ഒപ്പം തന്നെയും ജാമ്യം തേടിക്കൊണ്ടാണ് സുധാകരൻ ഹൈക്കോടതിയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. പുരാവസ്തു തട്ടിപ്പ് കേസിൽ മോൺസൺ മാവുങ്കലിൽ നിന്ന് 10 ലക്ഷം രൂപ ഇടനിലക്കാരനായി നിന്ന് വാങ്ങിയെടുത്തു എന്ന കേസിലാണ് ഇതിൽ വഞ്ചനാ കുറ്റം ആരോപിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് 2ാം പ്രതിയാക്കി സുധാകരനെ 2ാം പ്രതിയാക്കി കേസ് എടുത്തിട്ടുള്ളത്. നേരത്തെ മോൺസൺ മാവുങ്കലുമായുള്ള ബന്ധത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള വിവാദത്തിലേക്ക് KPCC പ്രസിഡന്റ് K. സുധാകരൻ എത്തപ്പെടുമ്പോൾ അത് ഒരു സന്ദർശനം മാത്രമായിരുന്നുവെന്നും ചികിത്സയ്ക്ക് വേണ്ടിയാണ് താൻ അവിടെ എത്തിയതെന്നുമായിരുന്നു K. സുധാകരൻ ആദ്യഘട്ടത്തിൽ വിശദീകരണം നൽകിയത്. എന്നാൽ ഇത് സംബന്ധിച്ച് വീണ്ടും അന്വേഷിച്ച ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ ഇത് കേസെടുക്കുകയും 2ാം പ്രതിയാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും മുൻകൂർ ജാമ്യം തേടിയിട്ടുള്ള ഹർജിയിൽ 21 വരെ KPCC പ്രസിഡന്റ് K. സുധാകരന് താൽക്കാലിക ആശ്വാസമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു സംഘം പോലീസിനെ ഹൈജാക്ക് ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പോലീസിനെ ഉപയോഗിച്ച് മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാനാണ് ശ്രമം. എതിർ ശബ്ദങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ്. K. സുധാകരനെതിരെയുള്ളത് കെട്ടിച്ചമച്ച കേസെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കേരളത്തിലെ പോലീസാണ് ലോക്കപ്പിൽ കിടക്കുകയാണ്. ശരി, സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസ് എന്ന് അഭിമാനം ഉണ്ടായിരുന്ന പോലീസ് ഒരു സംഘം കേരളത്തിലെ പോലീസിനെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു സംഘം കേരളത്തിലെ പോലീസിലെ ഹൈജാക്ക് ചെയ്തിരിക്കുക. എന്നിട്ട് അവരാണ് തീരുമാനിക്കുന്നത്. അതിനെതിരായി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയൊന്നും വെച്ചു ഉറപ്പിക്കില്ല. അവരെ സ്ഥലം മാറ്റും, അവരെ സസ്പെൻഡ് ചെയ്യും. സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പ്രസക്തിയില്ല. സർക്കാരിന് വിടുവേല ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ. പോലീസ് ആസ്ഥാനത്ത് മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ കൂട്ടയടിയാണ്. അതിനിടയിൽ ഒരു സംഘം പോലീസിനെ ഹൈജാക്ക് ചെയ്ത് പോലീസിനെ ഉപയോഗിച്ച് രാഷ്ട്രീയമായി ഉപയോഗിച്ചു. അതിനെ പാർട്ടി സെക്രട്ടറി ന്യായീകരിച്ചു. ഇനിയും കേസെടുക്കുമെന്ന് പറഞ്ഞു. പാർട്ടിയെ ആക്ഷേപിച്ചാൽ, സർക്കാരിനെ ആക്ഷേപിച്ചാൽ, SFI ആക്ഷേപിച്ചാൽ ഇനിയും കേസെടുക്കുന്നതാണ് ഭീഷണി. അപ്പൊ ഭീഷണിപ്പെടുത്തുക.
CPIMന്റെ അഴിമതി പണം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഊരാളുങ്കൽ എന്ന പ്രതിപക്ഷ നേതാവ്. എല്ലാ കരാറുകളും അവർക്ക്. ആ പാത അവസാനിക്കുന്നത് ആ പെട്ടിയിരിക്കുന്ന സ്ഥലത്താണ് എന്നും ആ പെട്ടി മുഖ്യമന്ത്രിയുടെ വീട്ടിലാണ് എന്നും VD സതീശൻ പറഞ്ഞു. CPIMന്റെ അഴിമതി പണം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഊരാളുങ്കൽ സൊസൈറ്റി എന്ന ഗുരുതരമായ ആരോപണം ഞാൻ ഉന്നയിക്കുകയാണ്. CPIMന്റെ അഴിമതി പണം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഊരാളുങ്കൽ സൊസൈറ്റി. അവർക്ക് വഴിവിട്ട് കേരളത്തിലെ പ്രവർത്തികൾ കൊടുക്കുകയാണ്. കേരളത്തിൽ എവിടെ നോക്കിയാലും വേറെ കരാറുകാർക്കൊന്നും ഇനി കാര്യമില്ല. കേരളത്തിൽ എല്ലാവർക്കും ഊരാളുങ്കലിലേക്കാണ്. ഊരാളുങ്കലിലേക്ക് കിട്ടുന്ന ലാഭം എല്ലാം പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഒരു പെട്ടിയിരിക്കുന്ന സ്ഥലത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. എല്ലാ പാതകളും അവസാനിക്കുന്നത്, എല്ലാ വഴികളും അവസാനിക്കുന്നത് ഒരു പെട്ടിയിരിക്കുന്ന സ്ഥലത്താണ്. ശാസ്ത്രീയമായ ഗവേഷണം നടത്തി കേരളത്തിൽ അഴിമതി നടത്തുമ്പോൾ ആ പെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഊരാളുങ്കലിലെ ലാഭവും ഊരാളുങ്കലിലെ കമ്മീഷനും ഒക്കെ പോകുന്നത് ആ പെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്കാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവരുടെ സൂക്ഷ്മ പരിശോധന നാളെ. വനിതകൾ ഉൾപ്പെടെ 13 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. മത്സര ചിത്രം വ്യക്തമായതോടെ AI ഗ്രൂപ്പുകൾ അണിയറ നീക്കങ്ങൾ സജീവമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ A ഗ്രൂപ്പിലെ പ്രബല വിഭാഗം ഉയർത്തുന്ന പ്രതിഷേധം മുതലെടുക്കാനുള്ള തന്ത്രമാണ് I ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നും ഉള്ളത്. അതേസമയം അബിൻ വർക്കിക്കെതിരെ OJ ജനീഷിനെ കളത്തിൽ ഇറക്കാനായത് I ഗ്രൂപ്പിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കും എന്ന വിലയിരുത്തലിലാണ് രാഹുൽ അനുകൂലികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിക്കെ സംസ്ഥാനത്ത് തന്ത്രങ്ങൾ ഒരുക്കി BJP. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ ഉൾപ്പെടെ ഇറക്കി കളം കൊഴുപ്പിക്കാനാണ് ആലോചന. V മുരളീധരനും സുരേഷ് ഗോപിയും മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. നരേന്ദ്രമോദിക്ക് ഒരു അവസരം കൂടി എന്ന ചുവരെഴുത്തുകളും തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. മോദി സർക്കാരിന്റെ തുടർച്ചയ്ക്ക് പിന്തുണ തേടിയാണ് തലസ്ഥാന നഗരത്തിലെ ചുവരെഴുത്തുകൾ. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചില പേരുകൾ മണ്ഡലങ്ങളിൽ ഉയരുന്നു. സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കുമെന്നാണ് സൂചന. കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ ആറ്റിങ്ങലിൽ മത്സരിച്ചേക്കും. നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ളവരെ തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നുണ്ട്. അതേസമയം RSS വാർഷിക സമ്മേളനം കൊച്ചിയിൽ തുടരുകയാണ്. BJPയിലെ സംഘടനാ സെക്രട്ടറി M ഗണേഷിനെ RSS തിരിച്ചുവിളിച്ചിരുന്നു. 2 വർഷ ടേം പൂർത്തിയാക്കിയതുകൊണ്ട് തിരിച്ചുവിളിച്ചതാണെന്ന് RSS നേതൃത്വം പറയുന്നുവെങ്കിലും മറ്റു കാരണങ്ങളുണ്ടെന്ന വിവരം പുറത്തുവന്നു. തെരഞ്ഞെടുപ്പ് ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട് ഗണേശിനെതിരെ ആരോപണമുയർന്നിരുന്നു. സംസ്ഥാന BJP ഘടകത്തിൽ പിടിമുറുക്കാനാണ് RSS തീരുമാനം. RSS വാർഷിക പൊതുസമ്മേളനത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനങ്ങളുണ്ടായേക്കും. രാജസേനൻ, ഭീമൻ രഘു, രാമസിംഹൻ എന്നിവർ പാർട്ടി വിട്ടത് തിരിച്ചടിയായി നേതൃത്വം കണക്കാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. രാജസേനനും ഭീമൻ രഘുവിനും പിന്നാലെ രാമസിംഹൻ എന്ന അലി അക്ബറും BJP വിട്ടു. പാർട്ടി സംസ്ഥാന സമിതി അംഗമായിരുന്ന അദ്ദേഹം നേരത്തെ എല്ലാ സ്ഥാനങ്ങളും ഒഴിഞ്ഞിരുന്നു. സംവിധായകൻ രാജസേനൻ, നടൻ ഭീമൻ രഘു എന്നിവർക്ക് പിന്നാലെയാണ് സംവിധായകൻ അലി അക്ബർ എന്ന രാമസിംഹനും BJP വിടുന്നത്. BJPയുടെ പ്രാഥമിക അംഗത്വം ഒഴിവാക്കുന്നെന്ന് കാണിച്ച് രാമസിംഹൻ പാർട്ടി അധ്യക്ഷൻ K സുരേന്ദ്രന് കത്ത് നൽകി. ഫേസ്ബുക്കിലൂടെയാണ് പാർട്ടി ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ചതായി രാമസിംഹൻ വ്യക്തമാക്കിയത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ വടകര സ്ഥാനാർത്ഥിയായിരുന്നു. 2021 ഹിന്ദുമതം സ്വീകരിച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റെങ്കിലും സംഘപരിവാർ ആശയങ്ങൾക്കൊപ്പം സഞ്ചരിച്ചു. മലബാർ കലാപം പ്രമേയമാക്കി പുഴ മുതൽ പുഴ വരെ എന്ന ചിത്രം ഒരുക്കിയെങ്കിലും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. ഇതിനിടെ BJP നേതൃത്വവുമായി അകന്നതോടെ പാർട്ടി പദവികൾ രാജിവെക്കുകയായിരുന്നു. സിനിമയുടെ ചിത്രീകരണ വേളയിലും റിലീസ് ചെയ്ത ശേഷവും BJP നേതൃത്വത്തിന്റെ സഹകരണം ഉണ്ടായിരുന്നില്ലെന്ന് രാമസിംഹൻ ആരോപിച്ചിരുന്നു. അതേസമയം RSSന്റെ സാംസ്കാരിക വിഭാഗവുമായി അടുപ്പമുണ്ട്. BJP വിട്ട് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകുമോ എന്ന കാര്യത്തിൽ പ്രതികരിക്കാൻ രാമസിംഹൻ തയ്യാറായില്ല. S വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. മദ്യലഹരിയിൽ വീടിനുള്ളിൽ അതിക്രമിച്ചു കയറിയ പോലീസ് ഉദ്യോഗസ്ഥനെ നടുറോഡിൽ കൈകാര്യം ചെയ്ത് നാട്ടുകാർ. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ ആണ് ടെലികമ്മ്യൂണിക്കേഷൻ CPO R ബിജുവിന് മർദ്ദനമേറ്റത്. അതിക്രമിച്ചു കയറിയതിന് ബിജുവിനെതിരെയും മർദ്ദിച്ചതിന് നാട്ടുകാർക്കെതിരെയും കേസെടുത്തു. ജോലിക്ക് ഹാജരാകാത്ത ബിജുവിനെതിരെ വകുപ്പ് തല നടപടികൾ നടക്കുന്നതായി പോലീസ് വ്യക്തമാക്കി.
എന്താണ് സംഭവം അറിയത്തില്ല. ചോദിച്ചേ എന്താണ് കാര്യം ചോദിക്കുക. കാസർഗോഡ് ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുഴുവൻ ഡയറക്ടർമാരെയും പ്രതി ചേർത്ത ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചു. മുൻ MLA MC കമറുദ്ദീൻ ഉൾപ്പെടെ 21 പേരാണ് പ്രതിപട്ടികയിൽ ഉള്ളത്. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുസ്ലിം ലീഗ് നേതാവും മുൻ MLAയുമായ MC കമറുദ്ദീൻ, MD പൂക്കോയ തങ്ങൾ, മുഹമ്മദ് ഇഷാം എന്നിവരെ നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തിരുന്നു. ഡയറക്ടർമാരായ 17 പേരെ കൂടി ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ഹോസ്ദുർഗ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 168 കേസുകളാണ് ഉള്ളത്. പരാതിക്കാർ പണം നൽകിയെന്ന് പറയുന്ന ദിവസങ്ങളിൽ ഡയറക്ടർമാരായി ഇരുന്നവരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗം പേരും വിദേശത്താണ്. ഫാഷൻ ഗോൾഡിന് പുറമെ ഖമർ ഗോൾഡ്, നുജൂം ഗോൾഡ്, ഫാഷൻ ഗോൾഡ് ഓർണമെന്റ്സ് എന്നീ കമ്പനികളുടെ പേരിൽ കേസുകൾ വേറെയുമുണ്ട്. 2019 ഒക്ടോബറിൽ നടന്ന മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച് MLA ആയ MC കമറുദ്ദീൻ ഫാഷൻ ഗോൾഡ് കേസിൽ 2020 നവംബറിലാണ് അറസ്റ്റിലായത്. 150 കോടിയോളം രൂപയുടെ തട്ടിപ്പ് കേസിൽ കുറ്റപത്രം ഉടൻ നൽകാനുള്ള ഒരുക്കത്തിലാണ് ക്രൈംബ്രാഞ്ച്. ന്യൂസ് 18 കാസർഗോഡ്. ഗുജറാത്തിൽ കനത്ത നാശനഷ്ടം സൃഷ്ടിച്ച് ബിപ്പോർജോയ് ജക്കാ പോർട്ടിന് സമീപമായി കരതൊട്ട ബിപോർജോയിയെ തുടർന്ന് കനത്ത മഴയും കാറ്റുമാണ് ഗുജറാത്തിലെ തീരപ്രദേശങ്ങളിലും സൗരാഷ്ട്ര, കച്ച്, ഭൂജ് മേഖലകളിലും ഉണ്ടായത്. മണിക്കൂറിൽ 115 കിലോമീറ്ററിനേക്കാൾ വേഗതയിൽ വീശിയടിച്ച കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി. മരങ്ങൾ വീണതോടെ വൈദ്യുതി ലൈനുകളും പോസ്റ്റുകളും പൊട്ടിവീണു. ഇതോടെ 940 ഗ്രാമങ്ങളിൽ വൈദ്യുതി ബന്ധം നഷ്ടമായി. ഹൈവേയിലേക്കടക്കം മരങ്ങൾ വീണതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. പുലർച്ചെ വരെ ശക്തമായ മഴയാണ് മാണ്ഡ്വി, ഓഖ, ഭൂജ്, ദ്വാരക, കച്ച് എന്നിവിടങ്ങളിലുണ്ടായത്. തുടർന്ന് കരയിലേക്ക് കടന്ന ബിപോർജോയ് ശക്തി കുറഞ്ഞ് തീവ്ര ചുഴലിക്കാറ്റാവുകയും ചെയ്തു. മുൻകരുതലെന്ന നിലയിൽ 99 ട്രെയിനുകൾ റദ്ദാക്കിയിരുന്നു. മഴയുടെയും കാറ്റിന്റെയും ശക്തി കുറഞ്ഞതോടെ റെയിൽ ഗതാഗതം പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങുകയാണ്. റോഡുകളിൽ വീണ മരങ്ങൾ മുറിച്ചു നീക്കിയതോടെ റോഡ് ഗതാഗതവും പുനഃസ്ഥാപിക്കപ്പെട്ടു. ബിപോർജോയിയെ തുടർന്ന് 1,74,000 ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കശ്മീരിൽ ഭീകരർക്ക് വൻ തിരിച്ചടി നൽകി സുരക്ഷാ സേന. കുപ്വാരയിൽ 5 ഭീകരരെ ഏറ്റുമുട്ടലിൽ സേന വധിച്ചു. കശ്മീർ പോലീസിന്റെയും സൈന്യത്തിന്റെയും സംയുക്ത ഓപ്പറേഷനിലാണ് സംഭവം. ജുമാഗഡ് മേഖലയിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. കൊല്ലപ്പെട്ട ഭീകരർ വിദേശ പൗരന്മാരാണ് എന്ന് കശ്മീർ ADGP വിജയ്കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ മാസം 13-ന് മാച്ചിൽ മേഖലയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു. അറസ്റ്റിലായ തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയുടെ ജാമ്യാപേക്ഷയിൽ വൈകിട്ട് 4 മണിക്ക് വിധി പറയും. ചെന്നൈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ED നൽകിയ കസ്റ്റഡി അപേക്ഷയിലും കോടതി വിധി പറയും. അതേസമയം ചികിത്സയിൽ കഴിയുന്ന സെന്തിൽ ബാലാജിക്ക് വിശദ പരിശോധന ആവശ്യമാണെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് ശാരീരിക ക്ഷമത ഉറപ്പാക്കണമെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ സംഘർഷം തുടരുന്നു. സംഘർഷ മേഖലയായ സൗത്ത് 24 പർഗാനസിലെ ഭാങ്കറിൽ ഗവർണർ CV ആനന്ദ് ബോസ് സന്ദർശനം നടത്തി. ഇന്നലെയുണ്ടായ സംഘർഷത്തിൽ 3 പേർ കൊല്ലപ്പെട്ടിരുന്നു. 48 മണിക്കൂറിനുള്ളിൽ കേന്ദ്രസേനയെ വിന്യസിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറോടാണ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇടവേള. ഗൗരവമുള്ളൊരു പരാതിയാണ്. ഒരു പെൺകുട്ടിയെ കാണാതായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പെൺകുട്ടിയുടെ മെസ്സേജ് അവസാനമായി മറ്റൊരാളുടെ ഫോണിൽ നിന്ന്, ഫഹദ് എന്നു പേരുള്ള വ്യക്തിയുടെ ഫോണിൽ നിന്ന് വന്നു എന്നുകൂടിയാണ് പിതാവ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയും സ്വാഭാവികമായും ഗൗരവമായി ഇത് കാണേണ്ടതാണ്. കോടതി ഈ വിഷയം പരിഗണിച്ചോ? എന്താണ് മറ്റു വിവരങ്ങൾ?
അഭിലാഷ്, ഇന്നലെയാണ് ഈ ഹർജി ഹൈക്കോടതിക്ക് മുന്നിലെത്തുന്നത്. ഹൈക്കോടതിക്ക് മുന്നിലെത്തിയ ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയും റെസ്പോണ്ടന്റിന് എന്താണ് പറയാനുള്ളത് എന്നറിയട്ടെ എന്ന് പറഞ്ഞ് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെക്കുകയുമാണ് ഉണ്ടായത്. ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് ഈ പെൺകുട്ടിയെ ജൂൺ മാസം 8-ാം തീയതി മുതൽ കാണാനില്ല എന്നാണ്. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ ഒരു ഫഹദ് എന്ന് പറയുന്ന അയാളുടെ മൊബൈൽ നമ്പർ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. മട്ടന്നൂർ സ്വദേശിയാണ്, കണ്ണൂർ സ്വദേശിയാണ്. അയാളുടെ ഫോണിൽ നിന്ന് ഈ അച്ഛന് ഒരു വോയിസ് മെസ്സേജ് ലഭിച്ചു എന്നാണ് പറയുന്നത്. ആ വോയിസ് മെസ്സേജിൽ എന്താണ് ഈ പെൺകുട്ടി പറഞ്ഞത് എന്ന കാര്യത്തെക്കുറിച്ച് അത്രത്തോളം വ്യക്തതയില്ല. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ഹർജിയിൽ പറയുന്നത് ഒരു ഹേബിയസ് കോർപ്പസ് ഇതുമായി ബന്ധപ്പെട്ട് ഇഷ്യൂ ചെയ്യണം, മകളെ കണ്ടെത്തണം എന്നാണ്. നേരത്തെ കഴിഞ്ഞ മാസം 6-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട പോലീസിലും ഈ അച്ഛൻ പരാതി നൽകിയിരുന്നു. തൻ്റെ മകളെ കാണാനില്ല, മട്ടന്നൂർ സ്വദേശിയായ ഒരാൾ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഏതായാലും 22-കാരിയാണ്, അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്, ചെറിയ പെൺകുട്ടിയല്ല. അതുകൊണ്ട് തന്നെ കോടതി ഈ കാര്യം അറിയട്ടെ, റെസ്പോണ്ടന്റ് എന്താണ് പറയാനുള്ളത് എന്നറിയട്ടെ എന്ന് പറഞ്ഞ് ഹർജി മാറ്റിവെച്ചിരിക്കുകയാണ്. നമുക്കറിയാം നിരവധി സാഹചര്യങ്ങളുണ്ട്. ഇത്തരം കേസുകൾ, ഹേബിയസ് കോർപ്പസ് ഹർജികൾ നിരവധി ഹൈക്കോടതികളിൽ വരാറുണ്ട്. മുൻപ് ഇതുമായി ബന്ധപ്പെട്ട ഹാജറ എന്ന പെൺകുട്ടിയുടെ ഒരു ഹർജിയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും മറ്റും ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമാണ് ആളുകൾ ഇത്തരം ഒരു ഹർജിക്ക് കാണുന്നത്. പക്ഷേ ഇന്നലെ ഹർജി പരിഗണിച്ചപ്പോൾ ആ വലിയൊരു ഗൗരവം ഹൈക്കോടതി ഇതിനെ നൽകിയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്വാഭാവികമായും പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നു, അവരെ വിദേശത്തേക്ക് കടത്തുന്നു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ അച്ഛന് അതിൻ്റെ കുറിച്ചുള്ള ബുദ്ധിമുട്ടുകൾ അറിയാം, ആ വിഷമങ്ങളും മറ്റും ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഹൈക്കോടതിയെയും മറ്റും സമീപിച്ചിരിക്കുന്നത്. ഏതായാലും ഹൈക്കോടതി ഇന്നലെ ആ ഹർജി പരിഗണിച്ചു. എന്താണ് റെസ്പോണ്ടന്റിന് ഈ കാര്യത്തിൽ പറയാനുള്ളത് എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. തൽക്കാലം ഇന്നലെ ഹേബിയസ് കോർപ്പസിന് ഹർജി കോടതി ഒരു ഉത്തരവ് ഇട്ടിട്ടില്ല. തിരുവല്ല സ്വദേശിയായ ഒരാളാണ് ഹൈക്കോടതി. പതിനൊന്നാം ദിവസവും വിദ്യ കാണാമറയത്ത് തന്നെ. വിദ്യ കോഴിക്കോട്ടേക്ക് കടന്നു എന്ന് സൂചന കിട്ടിയതോടെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. അതിനിടെ വിദ്യയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് കേസ് കൊളീജിയേറ്റ് എഡ്യൂക്കേഷനും അന്വേഷിക്കും. തൃശൂർ കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും സംഘവും അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിൽ രേഖകൾ പരിശോധിച്ചു. മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ മഹാരാജാസ് കോളേജ് ആർക്കിയോളജി വിഭാഗം മുൻ കോർഡിനേറ്റർ വിനോദ് കുമാർ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. സൈബർ ആക്രമണത്തിനാണ് കേസ്. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നുണ്ട്. സുവി, 11ാമത്തെ ദിവസമാണ് പോലീസ് ഇപ്പോഴും വിദ്യയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന മറുപടിയാണ് പറയുന്നത്. അതേസമയം അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അഭിലാഷ്, 11ാം ദിവസവും വിദ്യ കാണാമറയത്ത് തന്നെയാണ്, ഒളിവിൽ തന്നെയാണ്. വിദ്യയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. അഗളി പോലീസും നീലേശ്വരം പോലീസും ഈ കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് എന്ന മറുപടിയാണ് നൽകുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വ്യാജരേഖ കേസിൽ കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് പരിശോധനയ്ക്കെത്തിയത്. വിദ്യ സമർപ്പിച്ച രേഖകൾ ഈ സംഘം പരിശോധിച്ചു. അട്ടപ്പാടി കോളേജിലാണ് ഇവർ പരിശോധന നടത്തിയത്. വിദ്യ ഈ വ്യാജ സർട്ടിഫിക്കറ്റിന്റെ ഫോട്ടോസ്റ്റാറ്റ് പതിപ്പുകളാണ് നൽകിയിരുന്നത്. അല്ലാതെ അതിന്റെ ഒരു യഥാർത്ഥ പതിപ്പ് വിദ്യ നൽകിയിട്ടില്ല. അതേസമയം വിദ്യയ്ക്കുള്ള വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കൊളീജിയേറ്റ് സംഘം അട്ടപ്പാടി കോളേജിൽ എത്തുകയും അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എവിടെയാണ് ഈ തട്ടിപ്പ് നടന്നത്, ആരാണ് ഇതിന് പിന്നിൽ എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നടത്തുന്നത്. അപ്പോഴും ഒരു പോലീസ് അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ആ പോലീസ് അന്വേഷണം നടത്തുന്നത് നീലേശ്വരം പോലീസും അതുപോലെ തന്നെ നമ്മുടെ ഇവരുമാണ്. അതായത് നീലേശ്വരം പോലീസും അതുപോലെ അഗളി പോലീസുമാണ് അന്വേഷണം നടത്തുന്നത്. അവർ വിവിധ കോളേജുകളിലും മറ്റും പരിശോധന നടത്തി. ഇന്ന് പത്തിരിപ്പാല കോളേജിൽ, പാലക്കാട് പത്തിരിപ്പാല കോളേജിലും ഈ അഗളി പോലീസ് എത്തുകയുണ്ടായി. പത്തിരിപ്പാല കോളേജിലാണ് വിദ്യ ആദ്യം ജോലി ചെയ്തിരിക്കുന്നത്, ഗസ്റ്റ് അധ്യാപികയായിട്ട് ജോലി ചെയ്തിരിക്കുന്നത്. അവിടെ വിദ്യ വ്യാജ സർട്ടിഫിക്കറ്റ് ഒന്നും സമർപ്പിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ആ കാര്യങ്ങൾ വിദ്യ പരിശോധിക്കുന്നുണ്ട്. ആ കാര്യങ്ങളാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഒപ്പം ഈ അന്വേഷണ സംഘം വിദ്യ അട്ടപ്പാടി കോളേജിലെത്തിയ കാറിന്
കാറിന്റെ ഉടമയെയും കാറും ട്രേസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഒപ്പം വിദ്യയെ കണ്ടെത്തുന്നതിന് വേണ്ടി അന്വേഷണ സംഘത്തെ ഇന്നലെ വിപുലീകരിച്ചിരുന്നു. സൈബർ സെൽ വിദഗ്ധരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അന്വേഷണ സംഘം വിപുലീകരിച്ചിരുന്നത്. അവർ ആ രീതിയിലുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. വിദ്യ എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് എത്തി എന്നൊരു വിവരമാണ് അന്വേഷണ സംഘത്തിന് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. ഏതായാലും എവിടെയാണ് വിദ്യ എന്ന് കണ്ടെത്താൻ ഇനിയും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അത് സൈബർ സെല്ലിന്റെ അടക്കമുള്ള സേവനം ഇതുമായി ബന്ധപ്പെട്ട് തേടുന്നു എന്ന തരത്തിലൊക്കെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. മാത്രമല്ല ഇത്രയും ദിവസമായിട്ടും ഇതുപോലെ ഒരാളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല പോലീസിന് എന്നത് വലിയ വിമർശനങ്ങൾക്ക് കൂടിയല്ലേ വഴിയൊരുക്കിയിട്ടുള്ളത്? തീർച്ചയായും പോലീസിനെതിരെ വലിയ രൂക്ഷമായ വിമർശനം തന്നെയാണ് ഇപ്പോഴും വരുന്നത്. കാരണം കേസെടുത്ത് 10ാം ദിവസവും പോലീസിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ പ്രതിപക്ഷ ആരോപണം കൂടുതൽ ശക്തമാവുകയാണ്. CPM-ന്റെയോ SFIയുടെയോ പിന്തുണയില്ലാതെ വിദ്യയ്ക്ക് ഇങ്ങനെ മറഞ്ഞിരിക്കാൻ സാധിക്കില്ല. ഭരണകക്ഷി തന്നെയാണ് വിദ്യയെ സംരക്ഷിക്കുന്നത് എന്നാണ് ആദ്യം മുതൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ഒരു ആരോപണം. ആ ആരോപണം ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് വിദ്യ ഈ നിയമ സംവിധാനങ്ങളോട് സഹകരിക്കാതെ മുന്നോട്ട് പോകുന്നതും. പക്ഷേ അത് പറയുമ്പോൾ പോലും അതായത് സുവി അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും പോലീസിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് എന്നാണ്. അതായത് പാർട്ടി എന്തു പറയുന്നോ അതിനനുസരിച്ച് മാത്രമേ പോലീസ് പോവുകയുള്ളൂ. ഒളിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചാൽ അവരെ കണ്ടെത്താൻ പോലീസ് തയ്യാറാകില്ല. അങ്ങനെ ഒരു ആക്ഷേപമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. തീർച്ചയായും അഭിലാഷ്, ആ ആക്ഷേപം തന്നെയാണ് ആദ്യം മുതൽ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിക്കുന്നത്. അതായത് ഭരണകക്ഷിക്ക് അനുകൂലമായി എന്താണോ CPM പറയുന്നത് അതിന് ഒരു ചട്ടുകമായി തന്നെ പോലീസ് വർത്തിക്കുന്നു എന്നൊരു ആക്ഷേപമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാര്യക്ഷമമായ ഒരു അന്വേഷണം പോലീസിന് നടത്താൻ സാധിക്കാത്തത്. പലയിടങ്ങളിലെത്തുന്നു, മൊഴിയെടുക്കുന്നു, അധ്യാപകരുടെ മൊഴിയെടുക്കുന്നു, പല കോളേജുകളിലെത്തുന്നു, പരിശോധന നടത്തുന്നു എന്നല്ലാതെ കാര്യക്ഷമമായി ഈ കേസിലെ പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഒപ്പം ഈ വ്യാജ സർട്ടിഫിക്കറ്റിന്റെ അസൽ പകർപ്പ്, യഥാർത്ഥ പകർപ്പ് കണ്ടെത്താനും പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ അസൽ പകർപ്പ് കണ്ടെത്തിയാൽ മാത്രമേ കേസ് നിലനിൽക്കുകയുള്ളൂ. കോടതിയിൽ ആ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഒപ്പം വിദ്യയെ കണ്ടെത്താനാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. ഏതായാലും പ്രതിപക്ഷം ആരോപണങ്ങൾ രൂക്ഷമാക്കുകയാണ്. ആദ്യം മുതൽ തന്നെ CPM പറയുന്നുണ്ട് ഞങ്ങൾ വിദ്യയെ സംരക്ഷിക്കുന്നില്ല, വിദ്യ ചെയ്തത് തെറ്റാണ് എന്ന് ഒരു ആക്ഷേപം PK ശ്രീമതിയാണ് ആദ്യമായിട്ട് ഉന്നയിക്കുന്നത്. അതിന് തുടർച്ചയായി MV ഗോവിന്ദൻ എല്ലാവരും CPM നേതാക്കളെല്ലാം തന്നെ ഇതുമായി സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വിദ്യ മുൻ SFIക്കാരിയാണ്. ഒരു തരത്തിലും പാർട്ടി സംരക്ഷിക്കുകയോ പാർട്ടിയുടെ ലേബലിൽ അറിയപ്പെടുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് CPIM പറയുന്നത്. പക്ഷേ ഈ പോലീസ് കണ്ടെത്താതിരിക്കുക എന്ന് പറയുമ്പോൾ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും മുഖ്യമന്ത്രി തന്നെയാണല്ലോ. അത് ഇങ്ങനെ അതായത് ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയ ഒരു വനിതയ്ക്ക് 10 ദിവസമായിട്ടും ആ വനിത എവിടെയെന്ന് പോലും കേരള പോലീസിന് അറിയില്ല എന്ന് പറയുമ്പോൾ അത് ആഭ്യന്തര വകുപ്പിന്റെ കൂടി ഒരു പരാജയം എന്ന വിമർശനത്തെ ഇതേ പാർട്ടി തന്നെയല്ലേ നേരിടേണ്ടി വരുന്നത്? തീർച്ചയായും ആഭ്യന്തര വകുപ്പിന്റെ കൂടെ വീഴ്ചയാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. 11ാമത്തെ ദിവസമാണ് കേസെടുത്തിട്ട്. അതിദ്രുതം കേസെടുക്കാൻ പോലീസ് തീരുമാനിക്കുന്നു. അതിദ്രുതം അന്വേഷണങ്ങൾ നടത്തുന്നു. അവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ് എന്ന് തന്നെ പറയുമ്പോൾ പോലും പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ സംശയം ഉളവാക്കുന്ന കാര്യം, ഈ അതേ ദിവസം തന്നെയാണ് മാർക്ക് ലിസ്റ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് PM മാർഷോക്കെതിരെ ആരോപണം വരുന്നത്. മാർക്ക് ലിസ്റ്റ് PM മാർഷോയുടെ മാർക്ക് 0 ആയിരുന്നിട്ട് കൂടെ VM മാർഷോ ജയിച്ചു എന്നൊരു ആരോപണം ആ ഘട്ടത്തിൽ തന്നെയാണ് ഉയർന്നു വരുന്നത്. ആ കേസിൽ അതായത് അതിനുശേഷം ഇത് ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് PM മാർഷോ പരാതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകുകയും ചെയ്തിരുന്നു. ആ പരാതിയിൽ ആ ഗൂഢാലോചന കേസിൽ ത്വരിത വേഗതയിലാണ് പോലീസ് അന്വേഷണം നടക്കുന്നത്. എന്നാൽ ആ അന്വേഷണം പോലും കാര്യക്ഷമമാകുന്നില്ല എന്നാണ് നിലവിൽ പറയുന്നത്. ആ അന്വേഷണം കാര്യക്ഷമമാകുമ്പോൾ പോലും വിദ്യയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അർഷോയുടെ കേസിൽ KSU നേതാക്കളോട് ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെടുന്നു. എന്നാൽ അവർ ഹാജരായിട്ടില്ല. ഒരാഴ്ചത്തേക്ക് കൂടെ സമയം നീട്ടി ചോദിക്കുകയാണ് KSU സംസ്ഥാന പ്രസിഡന്റായ അലോഷി സേവ്യർ ഉൾപ്പെടെയുള്ളവർ ചെയ്തിരിക്കുന്നത്. അതിൽ കൃത്യമായ അന്വേഷണം, അതായത് മഹാരാജാസ് കോളേജിൽ പരിശോധന നടത്താൻ ക്രൈംബ്രാഞ്ച് സംഘം എത്തുന്നു. അവർ പരിശോധന നടത്തുന്നു. CCTV ദൃശ്യങ്ങൾ, അതായത് ഈ സംഭവം നടന്ന 6-ാം തീയതി
കോടതിയിലെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെടുന്നു. ഇതിൽ ഗൂഢാലോചനയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ടു പോകുന്നു. ആ കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ വിദ്യയെ കണ്ടെത്താൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ല എന്നത് വലിയ വിമർശനത്തിന് തന്നെ ഇടയാക്കുന്നുണ്ട്. അഭിലാഷ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ വ്യാജ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നിട്ട് 11 ദിവസം പിന്നിടാൻ പോവുകയാണ്. അപ്പോഴും വിദ്യ എവിടെ എന്ന് പോലും കേരള പോലീസിന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. സർവകലാശാലകളിൽ ഇടതുപക്ഷ സ്വജനപക്ഷപാതം നടക്കുന്നതായി ആരോപിച്ചും മന്ത്രി ആർ ബിന്ദുവിന്റെ രാജി ആവശ്യപ്പെട്ടും ABVP നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമാസക്തമായി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. പ്രകടനം ആയെത്തിയ പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചു. 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചുവെങ്കിലും പിരിഞ്ഞു പോകാതെ പോലീസിന് നേരെ കല്ലും ഇഷ്ടികയും എറിഞ്ഞു. ഓടിമാറിയ പ്രവർത്തകരെ പോലീസ് പിന്തുടർന്ന് ലാത്തി വീശുകയായിരുന്നു. കല്ലേറിൽ ABVP പ്രവർത്തകയ്ക്ക് തലയ്ക്ക് പരിക്കേറ്റു. പോലീസ് നടപടിയിൽ 4 പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. 20ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ വിശദീകരണവുമായി PV ശ്രീനിജൻ MLA. പാർട്ടി തീരുമാനത്തിൽ അസ്വാഭാവികതയില്ലെന്നും അധിക ചുമതല ഒഴിവാക്കി തരണമെന്നാവശ്യപ്പെട്ട് നേരത്തെ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നും ശ്രീനിജൻ പറഞ്ഞു. മിനി കൂപ്പർ വിവാദത്തിൽ പാർട്ടി നടപടി അംഗീകരിക്കുന്നതായി CITU നേതാവ് PK അനിൽകുമാർ പ്രതികരിച്ചു. പാർട്ടി തീരുമാനത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് PV ശ്രീനിജൻ പറയുന്നത്. അധിക ചുമതല ഒഴിവാക്കി തരണമെന്ന നേരത്തെ കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നും പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായി അറിയിപ്പ് ലഭിച്ചാൽ രാജിവെക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. MLA ആയതിനു ശേഷം ഞാൻ പാർട്ടിക്ക് തന്നെ ഒരു നിർത്തും. കാരണം പാർട്ടി ഏൽപ്പിച്ച ചുമതലയാണ്. അപ്പോൾ പാർട്ടിക്ക് തന്നെ ഞാനൊരു അഭ്യർത്ഥിച്ചു, ഇത് തന്നെ ഈ ചുമതലയിൽ നിന്ന് എന്നെ രാജിവെക്കാനുള്ള എന്നെ അനുവാദം തരണമെന്ന് പറഞ്ഞു. പാർട്ടി ഇന്നലെ കൂടിയ ജില്ലാ കമ്മിറ്റിയിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തതായിട്ടാണ് നിങ്ങളിൽ നിന്ന് അറിയുന്നത്. പാർട്ടി ഔപചാരികമായിട്ട് എന്നെ അറിയിച്ചിട്ടില്ല. ഉചിതമായ തീരുമാനം അറിയിക്കുന്ന മുറയ്ക്ക് രാജിക്കത്ത് കൊടുക്കാൻ ഞാൻ സന്നദ്ധനാണ്. സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലുള്ള മൈതാനത്തിന്റെ ഗേറ്റ് തുറന്നുകൊടുക്കാത്തതുമൂലം ബ്ലാസ്റ്റേഴ്സിന്റെ സെലക്ഷൻ ക്യാമ്പിനെത്തിയ കുട്ടികളടക്കം നിരവധി പേർ കാത്തുനിൽക്കേണ്ടി വന്നത് വിവാദമായിരുന്നു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പിടിവാശിയാണിതെന്ന ആരോപണവും ഉയർന്നു. ഇതാണ് ശ്രീനിജന് സ്ഥാനം നഷ്ടമാകാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. ആഡംബര വാഹനമായ മിനി കൂപ്പർ സ്വന്തമാക്കിയ CITU നേതാവിനെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ ശക്തമായ വിമർശനം ഉയർന്നിരുന്നു. പാർട്ടി നടപടി അംഗീകരിക്കുന്നതായും CPM-ൽ ഉറച്ചു നിൽക്കുമെന്നും PK അനിൽകുമാർ പറഞ്ഞു. പാർട്ടിക്ക് നടപടി എടുക്കണമെന്ന് തോന്നി, അവർ നടപടിയെടുത്തു. അത് പൂർണ്ണമായിട്ട് ഞാൻ അംഗീകരിച്ചു. അത്രേ ഉള്ളൂ. എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ സംസ്ഥാന നേതൃത്വം പിടിമുറുക്കുന്നതിന്റെ സൂചനയായാണ് നടപടികൾ വിലയിരുത്തുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ നേതാക്കൾക്കെതിരെ നടപടി ഒഴിവാക്കിയെങ്കിലും കടുത്ത താക്കീതാണ് സംസ്ഥാന സെക്രട്ടറി നൽകിയത്. ന്യൂസ് 18 കൊച്ചി. പാർട്ടിക്കകത്ത് നിന്ന് വെല്ലുവിളി ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പണ്ട് എന്നും ഗ്രൂപ്പ് യോഗമായിരുന്നു. ഇപ്പോൾ 5 നേതാക്കൾ ചേർന്നിരുന്നപ്പോൾ വാർത്തയായി. ചെറുപ്പക്കാർ കോൺഗ്രസിന്റെ ചൈതന്യമാണ് എന്നും പരിചയസമ്പന്ന ബുദ്ധി കേന്ദ്രമാണ് എന്നും VD സതീശൻ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ കക്ഷി ചേരില്ലെന്നും സതീശൻ വ്യക്തമാക്കി. ഒരു പരാതിയില്ലെന്നല്ല, നേതൃത്വത്തിനെതിരെ പരാതി ഉണ്ടാവും, സ്വാഭാവികമാണ്. ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി പറഞ്ഞാൽ ആ പരാതിയെ നിസ്സാരമായി കണ്ട് അത് തള്ളിക്കളയല്ലേ ഇത്. ഞാൻ പറഞ്ഞ പഴയ കോൺഗ്രസിനേക്കാൾ എത്രയോ ശാന്തമാണ്. ഒരു ഗ്രൂപ്പ് യോഗം 5 നേതാക്കന്മാർ ഒരുമിച്ചിരുന്നപ്പോൾ ഒരു വാർത്തയായി ഇന്നത്തെ കോൺഗ്രസിൽ. ഭയങ്കര സംഭവമല്ലേ? അല്ല, ആയിക്കോട്ടെ, അവർ കൂടിയിരുന്നതെന്ന് കുഴപ്പം. എന്റെ കൂടെ ഒരു കുറവുണ്ടായിരുന്നല്ലോ അവിടെ KPC പ്രസിഡന്റിന്റെ. ആരൊക്കെ കറക്റ്റ് ആയിരുന്നു. അത് ഞങ്ങളുണ്ടായില്ല കേട്ടോ, സ്ഥലത്താണ്. ഞങ്ങളെ കൂടെ അവർ വിളിച്ചത്. അല്ല കോൺഗ്രസിലൊരു നേതാക്കന്മാരും ഞങ്ങളാരെയും വെല്ലുവിളിച്ചിട്ടില്ല. അവർക്ക് ചില പരാതികൾ അവർ പറയാം, അതൊക്കെ ഞങ്ങൾ ശ്രദ്ധയോടുകൂടി അത് ഞങ്ങൾ പരിഹരിക്കും. പ്രത്യേകിച്ച് ഞാൻ എന്ന് പറയല്ലോ, ഞാൻ പരാതിയുള്ള നേതാക്കളുടെ വീട്ടിൽ പോയി അത് പരിഹരിക്കാൻ ശ്രമിക്കും.
UP തലം മുതൽ കോളേജ് തലം വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിലും സീറ്റുകളുടെ എണ്ണത്തിലും തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് മലബാർ ഇപ്പോഴും ബഹുദൂരം പിന്നിലെന്ന് കണക്കുകൾ. എന്നാൽ ഈ പിന്നാക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നും വിമർശനം ശക്തമാണ്. പ്രാഥമിക തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗം വരെ മലബാർ തഴയപ്പെടുന്നതിൻ്റെ കണക്കുകളാണ് പുറത്തുവരുന്നത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ LP തലത്തിൽ 1,39,387 കുട്ടികൾക്ക് പഠിക്കാൻ 1,218 സ്കൂളുകളുണ്ട്. കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ 5,77,197 കുട്ടികൾക്കായുള്ളത് 2,086 സ്കൂളുകൾ മാത്രം. LP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലങ്ങളിലും സമാനമായ സാഹചര്യം തന്നെയാണെന്ന് കണക്കുകൾ പറയുന്നു. 2021 കണക്കനുസരിച്ച് സർക്കാർ എയ്ഡഡ് തലത്തിൽ 238 കോളേജുകളുണ്ട്. ഇതിൽ 151 എണ്ണം തെക്കൻ ജില്ലകളിലാണ്. മലബാർ മേഖലയിൽ 87 എണ്ണം മാത്രം. മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഒരൊറ്റ എഞ്ചിനീയറിംഗ് കോളേജ് പോലുമില്ല. സംസ്ഥാനത്തെ 21 B.Ed കോളേജുകളിൽ 15ഉം മലബാറിന് പുറത്താണ്. മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിലാവട്ടെ സർക്കാർ B.Ed കോളേജുകളില്ല. 91 ടീച്ചർ ട്രെയിനിങ് സെന്ററുകളിൽ മലബാറിലുള്ളത് 28 എണ്ണം മാത്രം. 4,911 D.Ed സെന്ററുകളിൽ 1,600 എണ്ണം മാത്രമാണ് മലബാറിലുള്ളത്. ബ്രിട്ടീഷുകാർക്ക് ഇവിടുത്തെ ആളുകളെ പഠിപ്പിച്ചിട്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് അത്യാവശ്യമുള്ള രീതിയിലുള്ള പഠിപ്പൊക്കെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടതൊക്കെ അവർ ചെയ്തു. ഇപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് തിരുവിതാംകൂറിലാണ്, സ്വാതിരുന്നാളാണ് അത് ആരംഭിക്കുന്നത്, അല്ലാതെ മലബാറിലല്ല. അപ്പോൾ ഇന്നും അത് തുടരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം രണ്ടാം പിണറായി ഗവൺമെൻറ്റാണ്. ഈ സമയമാവുമ്പോഴേക്ക് അത്തരം പ്രശ്നങ്ങൾ തീർത്തിട്ടില്ല എന്നുള്ളത് വളരെ കഠിനമായ പ്രതിഷേധം അറിയിക്കുന്ന ഒരു കാര്യമാണ്. സംസ്ഥാന ജനസംഖ്യയുടെ 42% മലബാറിലാണ്. ആദിവാസികൾ ഉൾപ്പെടെ പിന്നോക്ക വിഭാഗക്കാർ ഏറെയുള്ള ജില്ലകളാണ് വിദ്യാഭ്യാസ രംഗത്ത് തഴയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മലബാറിലെ വിദ്യാഭ്യാസ മേഖലയോടുള്ള അവഗണനയ്ക്ക് കേരളപ്പിറവിയോളം പഴക്കമുണ്ട്. മുറവിളികൾ ഇവിടെ വനരോധനമായി തന്നെ തുടരുകയാണ്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. അമൽ ജ്യോതി കോളേജ് വിദ്യാർത്ഥി ശ്രദ്ധയുടെ മരണത്തിൽ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന് കാത്ത പോലീസ്. മൊബൈൽ, ലാപ്ടോപ്പ് എന്നിവ ഉൾപ്പെടെയുള്ളവയുടെ പരിശോധനാ ഫലം വന്ന ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്ന് അന്വേഷണ സംഘം പറയുന്നു. അതേസമയം കേസ് അന്വേഷണ വിവരങ്ങൾ ഒന്നും അറിയിക്കുന്നില്ല എന്നാണ് ശ്രദ്ധയുടെ കുടുംബത്തിന്റെ പരാതി. ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോഴും ശ്രദ്ധയുടെ മരണം സംബന്ധിച്ച് നിർണായക വിവരങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ല എന്നാണ് സൂചന. മരണകാരണം എന്തെന്ന് കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കേണ്ടതുണ്ടെന്ന് അന്വേഷണ സംഘം പറയുന്നു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവയുടെ പരിശോധനാ ഫലം നിർണായകമാകും. തിരുവനന്തപുരത്തെ ലാബിലാണ് പരിശോധന തുടരുന്നത്. പരിശോധനാ ഫലം വേഗത്തിൽ ലഭിക്കാൻ ലാബിനോട് അഭ്യർത്ഥിച്ചതായി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ജില്ലാ പോലീസ് മേധാവി K. കാർത്തിക് പറഞ്ഞു. അതേസമയം സഹപാഠികളുടെയും അധ്യാപകരുടെയും മൊഴി രേഖപ്പെടുത്തിയെങ്കിലും അന്വേഷണം സംബന്ധിച്ച വിവരങ്ങളൊന്നും തങ്ങളെ ധരിപ്പിക്കുന്നില്ലെന്ന പരാതിയിലാണ് ശ്രദ്ധയുടെ കുടുംബം. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ഫലം കൂടി അറിഞ്ഞാൽ ആവശ്യമെങ്കിൽ ഉന്നത അന്വേഷണത്തിന് കോടതിയെ സമീപിക്കാനും കുടുംബം ആലോചിക്കുന്നുണ്ട്. കോളേജിന് സമീപം ക്യാമ്പ് ചെയ്താണ് അന്വേഷണ സംഘം മൊഴിയെടുപ്പ് ഉൾപ്പെടെ നടത്തിയത്. ന്യൂസ് 18 കോട്ടയം. കേരളത്തിൽ പാൽ വിൽപ്പന രംഗത്ത് മിൽമയുടെ മേൽക്കോയ്മയ്ക്ക് വെല്ലുവിളി ഉയർത്തി കർണാടകം. സഹകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന കർണാടക മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ നന്ദിനി പാലാണ് മിൽമയ്ക്ക് ഭീഷണിയാകുന്നത്. മിൽമയുടെ എതിർപ്പ് അവഗണിച്ച് സംസ്ഥാന വ്യാപകമായി ഔട്ട്ലെറ്റുകൾ ആരംഭിക്കാനാണ് നന്ദിനിയുടെ നീക്കം. പാൽ എന്നാൽ പതിറ്റാണ്ടുകളായി കേരളത്തിന് അത് മിൽമയാണ്. കേരളത്തിൽ ആവശ്യമായ പാലിൽ വലിയ പങ്കും മിൽമയിൽ നിന്ന് തന്നെ. ആ പെരുമയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ മലപ്പുറത്ത് നന്ദിനി ആദ്യ ഔട്ട്ലെറ്റ് തുറന്നു. അപ്പോൾ തന്നെ ആശങ്കയും എതിർപ്പും മിൽമ അറിയിച്ചു. ഫലമുണ്ടായില്ല. അവരുമായിട്ടൊരു തർക്കത്തിനോ അതല്ലെങ്കിൽ അവരുമായിട്ട് ഒരു ഏറ്റുമുട്ടലിനൊന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എൻ്റെ സഹോദര ഫെഡറേഷനുകളിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മളുടെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഒരു പ്രവർത്തനമായിട്ട് വരുമ്പോൾ അവരെ കറക്റ്റ് ചെയ്തുകൊണ്ട് നേർവഴിക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്തെന്ന് മാത്രമുള്ളൂ. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിലും പരാതി പറഞ്ഞു. ഒരു സഹകരണ പ്രസ്ഥാനത്തിന് മറ്റൊരു സഹകരണ പ്രസ്ഥാനം വെല്ലുവിളി ഉയർത്തുന്നത് ധാർമ്മികമായി ശരിയല്ലെന്ന് മിൽമ പറയുന്നു. മാത്രമല്ല, കർണാടകയിൽ അമുൽ വിൽപ്പന ആരംഭിച്ചപ്പോൾ വലിയ എതിർപ്പാണ് അവിടെ ഉയർന്നത്. എന്തുകൊണ്ട് ഇവിടെ അത് ബാധകമാകുന്നില്ലെന്നും ചോദ്യമുണ്ട്.
സഹകരണ നിയമമോ ഫെഡറൽ തത്വമോ ഒക്കെ പറയുന്നതിനുപരി കർണാടകയിൽ അമൂൽ വരുന്നത് തെറ്റാണ്. അമൂൽ വരുന്നതിനെ നിങ്ങൾ എതിർക്കുന്നെങ്കിൽ നിങ്ങളത് ചെയ്യാതിരിക്കണ്ടേ അയൽ സംസ്ഥാനങ്ങൾ? ഇതാണ് നമ്മൾ കാതലായിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചത്. പക്ഷേ അതിനും കാര്യമായിട്ടുള്ള മറുപടിയൊന്നും ഉണ്ടായില്ല. ക്ഷാമകാലത്ത് കേരളം ഏറ്റവും അധികം പാൽ വാങ്ങുന്നത് നന്ദിനിയിൽ നിന്നാണ്. അതുപോലും വകവയ്ക്കാതെയാണ് മിൽമയെ തകർത്ത് സംസ്ഥാനത്ത് വിപണി പിടിക്കാനുള്ള നന്ദിനിയുടെ ശ്രമം. മിൽമയേക്കാൾ ഗുണമേന്മയുള്ളതും വില കുറഞ്ഞതുമാണ് നന്ദിനി പാൽ എന്ന വാദവും മിൽമ തള്ളുന്നു. സ്വാഭാവികമായിട്ടും അവർക്കതങ്ങനെ വില കുറഞ്ഞ് വിൽക്കാനുള്ള സാഹചര്യമുണ്ട്. കാരണം 1 ലിറ്ററിന് 5 രൂപയോ 6 രൂപയും സർക്കാർ അവിടെ ഇൻസെൻറ്റീവ് കൊടുക്കുന്നത് കൊണ്ട് വില കുറഞ്ഞ് അവിടെ നിന്ന് സംഭരിക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് വില കുറഞ്ഞ് ഇവിടെ വിൽക്കാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഞങ്ങൾ വിശദമായി പരിശോധിച്ചപ്പോൾ മനസ്സിലായത് നമ്മളിവിടെ മിൽമ പാൽ കൊടുക്കുന്നതിനേക്കാളും 1 രൂപ ഒരു പാക്കറ്റിന് അധിക വിലയ്ക്കാണ് കൊടുക്കുന്നത്. നന്ദിനിയുടെ കടന്നുകയറ്റത്തിനെതിരെ സർക്കാർ തലത്തിലും ഇടപെടലുകൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ മലപ്പുറത്ത് ആദ്യ ഔട്ട്ലെറ്റ് തുടങ്ങിയ നന്ദിനിയുടെ 7 ഔട്ട്ലെറ്റുകളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. മാസം 1 കണക്കിൽ നന്ദിനി കേരളത്തിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. ഇതുവരെ കാര്യമായ പ്രശ്നങ്ങളും വെല്ലുവിളികളുമില്ലെന്ന് മിൽമ പറയുന്നുണ്ടെങ്കിലും ഇക്കണക്കിന് പോയാൽ മിൽമയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാകും. അത് ഉണ്ടാകാതിരിക്കാനുള്ള രാഷ്ട്രീയ ഇടപെടലാണ് കേരളത്തിലെ ക്ഷീരമേഖല ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന്റെ OTT പ്ലാറ്റ്ഫോം സി സ്പേസ് 4 മാസത്തിനകം. സിനിമകളുടെ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നുവെന്ന് KSFDC CM KV അബ്ദുൾ മാലിക് ന്യൂസ് 18നോട് പറഞ്ഞു. കേരളത്തിന്റെ സ്വന്തം OTT പ്ലാറ്റ്ഫോം സി സ്പേസ് വൈകുന്നു എന്ന വിമർശനങ്ങൾക്കിടെയാണ് KSFDC MDയുടെ വിശദീകരണം. നമ്മൾ ഗവൺമെൻറ് ഇത് ചെയ്യാൻ പോകുന്ന OTT എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആമസോണിനോടോ നെറ്റ്ഫ്ലിക്സിനോടോ മത്സരിക്കുന്ന സെയിം ജനറലുള്ള ഒരു OTT അല്ല. നമ്മൾ കേരള സംസ്കാരത്തെയും തനിമയെയും എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് കൂടുതൽ കൊടുത്തിട്ട് കൂട്ടത്തിൽ ഫീച്ചർ ഫിലിംസും ഇതായിട്ടൊരു മിക്സ് ആയിട്ടുള്ള ക്യൂറേറ്റഡ് കണ്ടന്റ് ആയിരിക്കും നമ്മൾ OTTയിൽ വരുന്നത്. അതല്ലാതെ നമ്മൾ മറ്റേ ആമസോണിൻ്റെയോ നെറ്റ്ഫ്ലിക്സിൻ്റെ പോലുള്ള ഒരു കണ്ടന്റ് വെച്ചിട്ടുള്ള ഒരു OTT അല്ല ആലോചിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 4 മാസം കൊണ്ട് ലോഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു അപ്ഡേറ്റ്. അത്യാധുനിക സൗകര്യങ്ങളുള്ള കൂടുതൽ തിയേറ്ററുകൾ, മലയാള സിനിമയ്ക്ക് ഗുണം ചെയ്യുന്ന ആധുനിക സാങ്കേതിക വിദ്യ, ഇവയാണ് KSFDC ലക്ഷ്യം വെക്കുന്നത്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് നിലവിൽ ഇപ്പോൾ 17 സ്ക്രീനാണുള്ളത്. അത് 50 സ്ക്രീനായിട്ട് ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. പിന്നെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ അപ്ഗ്രേഡേഷൻ, പിന്നെ 22 കോടി രൂപയുടെ എക്യുപ്മെന്റ് പർച്ചേസും അവിടെ വരും. അപ്പോൾ ഈ വാങ്ങുന്ന എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് എക്യുപ്മെന്റ്സ് ആണ്. അപ്പോൾ അത് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് കൂടുതൽ ഗുണം ചെയ്യും എന്നുള്ള ഇതിലാണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ ആധുനിക സൗകര്യങ്ങളോടെ വികസിപ്പിക്കാൻ പദ്ധതികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കി ബോഡി നായ്ക്കന്നൂരിൽ തീവണ്ടിയുടെ ചൂളം മുഴങ്ങി. ചെന്നൈയിലേക്കും മധുരയിലേക്കുമാണ് ബോഡിയിൽ നിന്ന് ട്രെയിൻ സർവീസുകൾ തുടങ്ങിയത്. ഇടുക്കിയുടെ അതിർത്തി മേഖലയായ ബോഡിമെട്ടിൽ നിന്നും 27 കിലോമീറ്റർ മാത്രമാണ് ബോഡി നായ്ക്കന്നൂരിലേക്കുള്ള ദൂരം. കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമമായ ബോഡി നായ്ക്കന്നൂരിൽ നിന്നുള്ള ട്രെയിൻ സർവീസ് ഇടുക്കിക്കാർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഇടുക്കിയിൽ നിന്ന് 27 കിലോമീറ്റർ മാത്രമാണ് ഈ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം. ചെന്നൈ സെൻട്രൽ എക്സ്പ്രസ് ആണ് ഈ റൂട്ടിലൂടെ സർവീസ് നടത്തുന്നത്. ആദ്യ യാത്രയുടെ ഫ്ളാഗ് ഓഫ് കേന്ദ്രമന്ത്രി എൽ മുരുകൻ നിർവഹിച്ചു. രാത്രി 8:30 ബോഡി നായ്ക്കന്നൂരിൽ നിന്നും ചെന്നൈ ട്രെയിൻ പുറപ്പെടും. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ബോഡി നായ്ക്കന്നൂരിൽ നിന്നും ചെന്നൈയിലേക്കും ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ തിരിച്ചും സർവീസ് നടത്തും. കൂടാതെ മധുര ബോഡി നായ്ക്കന്നൂർ റൂട്ടിൽ അൺറിസർവ്ഡ് എക്സ്പ്രസ് എല്ലാ ദിവസവും സർവീസ് നടത്തും. ഇടുക്കിയോട് ചേർന്ന് കിടക്കുന്ന ടൗണിൽ ട്രെയിൻ എത്തുന്നതോടെ ടൂറിസം, വ്യാപാര മേഖലകൾക്കും ഗുണകരമാകും. ഹൈറേഞ്ചിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ ചരക്ക് നീക്കം എളുപ്പമാക്കാൻ ഈ സർവീസ് സഹായകമാകും. കൂടാതെ വിനോദസഞ്ചാരികൾക്കും ശബരിമല തീർത്ഥാടകർക്കും ഈ പാത ഗുണകരമാകും. ന്യൂസ് 18 ഇടുക്കി. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ മുറിവാലൻ എന്ന കാട്ടാനയുടെ പരാക്രമം. രാത്രി റോഡിൽ ഇറങ്ങിയ ആന വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തു. മാട്ടുപ്പെട്ടി റോഡിലെ ഷൂട്ടിംഗ് പോയിന്റിന്
സമീപം ആനയെ കണ്ടതോടെ ഇരുഭാഗത്തു നിന്നും എത്തിയ വാഹനങ്ങൾ ഏറെ നേരം നിർത്തിയിട്ടു. ഇതിനിടെ ആനയുടെ അടുത്തുകൂടി വാഹനം എടുക്കാൻ ശ്രമിച്ചതാണ് കാട്ടാനയെ പ്രകോപിപ്പിച്ചത്. വൈകുന്നേരത്തോടെ മുറിവാലനും ഒത്ത് 3ഓളം ആനകൾ ഷൂട്ടിംഗ് പോയിന്റിലെ പുൽമേടുകളിൽ ഉണ്ടായിരുന്നു. രാത്രിയായതോടെ ഇവ റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു. അരിക്കൊമ്പനോടുള്ള ഇഷ്ടം മൂത്ത് കൊമ്പന്റെ 8 അടി ഉയരമുള്ള പ്രതിമ നിർമ്മിച്ച് ഇടുക്കി കഞ്ഞിക്കുഴിയിലെ ഒരു വ്യാപാരി. കഞ്ഞിക്കുഴി സ്വദേശി വെട്ടിക്കാട്ടിൽ ബാബുവാണ് 2 ലക്ഷം രൂപ ചെലവിട്ട് അരിക്കൊമ്പന്റെ ശില്പം നിർമ്മിച്ചത്. ഇടുക്കിയിലെ ജനങ്ങളിൽ മറ്റൊരു വിഭാഗം അരിക്കൊമ്പനെ ഏറെ ആരാധനയോടെയാണ് കാണുന്നത്. വ്യാപാരിയും കഞ്ഞിക്കുഴി തള്ളക്കാനം സ്വദേശിയുമായ ബാബു ഇത്തരത്തിൽ ഒരു ആരാധകനാണ്. കാട്ടുകൊമ്പനോടുള്ള സ്നേഹപ്രകടനത്തിനായി ബാബു ചെലവിട്ടത് 2 ലക്ഷത്തിലധികം രൂപ. അരിക്കൊമ്പന്റെ 8 അടി ഉയരത്തിലുള്ള പ്രതിമ നിർമ്മിച്ച് വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. അരിക്കൊമ്പൻ എന്ന് എഴുതി വെച്ചതോടെ കാഴ്ചക്കാരും കൂടി. മാധ്യമങ്ങളിൽ കൂടെ ഒരു വാർത്ത വരികയും അരിക്കൊമ്പനെ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദുഃഖമുണ്ടായി. അപ്പോൾ ആ ദുഃഖത്തിൻ്റെ പേരിൽ ഞാനൊരു പ്രതിമയുണ്ടാക്കി. അങ്ങനെ അരിക്കൊമ്പൻ എന്നുള്ള ഒരു പേര് വിട്ട് ഞാൻ നമ്മുടെ സ്ഥാപനത്തിന് മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. ചിന്നക്കനാൽ 301 കോളനിയിൽ വർഷങ്ങൾക്ക് മുൻപ് ബാബു സ്ഥലം പാട്ടത്തിനെടുത്ത് ഇഞ്ചി കൃഷി നടത്തിയിരുന്നു. ഇക്കാലത്ത് നിരവധി തവണ അരിക്കൊമ്പനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അന്നേ ആനയോട് ആരാധനയായിരുന്നു. ശില്പനിർമ്മാണം നേരത്തെ തുടങ്ങിയെങ്കിലും അരിക്കൊമ്പൻ കേരളത്തിലും പുറത്തും പ്രശസ്തി നേടിയതോടെ പ്രതിമ വേഗത്തിൽ പൂർത്തിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പുന്നയാർ സ്വദേശി ബിനുവാണ് ശില്പം നിർമ്മിച്ചത്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി അടിമാലിയിൽ മധ്യവയസ്കനെ കുത്തിക്കൊലപ്പെടുത്തി. അടിമാലി കൊരങ്ങാട്ടി കട്ടിലാനിക്കൽ സാജൻ ആണ് കൊല്ലപ്പെട്ടത്. അടിമാലി തലമാലി സ്വദേശി അനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം എന്നാണ് സൂചന. കാപ്പ കേസിൽപ്പെട്ട് അടുത്തിടെ അനീഷ് ജയിലിലായിരുന്നു. 3 മാസം മുമ്പാണ് ഇയാൾ പുറത്തിറങ്ങിയത്. കോഴിക്കോട് തൊട്ടിൽപ്പാലം ടൗണിൽ തെരുവുനായ ആക്രമണം. ഒരാൾക്ക് കടിയേറ്റു. സൂപ്പർമാർക്കറ്റ് ജീവനക്കാരനായ അക്കൽ സ്വദേശി സത്യനാഥനാണ് ആക്രമണത്തിന് ഇരയായത്. ഇദ്ദേഹത്തെ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് വീട്ടുമുറ്റത്ത് നിന്ന യുവാവിന് തെരുവുനായയുടെ കടിയേറ്റു. ബാലുശ്ശേരി ഉണ്ണികുളം സ്വദേശി ജിതേഷ് കുമാറിനാണ് നായയുടെ കടിയേറ്റത്. രാത്രിയിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആയിരുന്നു ആക്രമണം. ജിതേഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് തിരുവമ്പാടിയിൽ തമ്പലമണ്ണ സിലോൺ കടവിൽ കാറ് പുഴയിലേക്ക് വീണ് അപകടം. ഒരാൾ മരിച്ചു. പച്ചക്കാട് സ്വദേശി മുഹാജിറാണ് മരിച്ചത്. 2 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. കൂനത്തറ ആശാദീപം ബസ് സ്റ്റോപ്പിലെ വളവിൽ ആണ് അപകടമുണ്ടായത്. 2 ബസ്സുകളിലുമായി 40-ൽ അധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ബസ്സുകളിലെ ഡ്രൈവർമാരുടെ നില ഗുരുതരമാണ്. കൊല്ലം പുനലൂരിൽ തീപിടുത്തം. പുനലൂർ തൂക്കുപാലത്തിന് സമീപമുള്ള കടകൾക്കാണ് തീപിടിച്ചത്. രാത്രി 12 മണിയോട് കൂടിയാണ് തീപിടുത്തം ഉണ്ടായത്. ബേക്കറിയും സമീപത്തെ ഗോൾഡ് കവറിംഗ് ആഭരണശാലയും കത്തിനശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. കണ്ണൂരിലെ ഒരു അമ്പല കമ്മിറ്റി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ തരംഗം. ഹജ്ജ് കർമ്മത്തിന് പോകുന്ന കുടുംബത്തിന് ആശംസ അറിയിച്ച മൊകേരിയിലെ മുത്തപ്പൻ മഠപ്പുര ആഘോഷ കമ്മിറ്റിയാണ് ഫ്ലെക്സ് ബോർഡ് വെച്ചത്. ഹജ്ജ് കർമ്മത്തിനായി പുറപ്പെടുന്ന ആബിദ് ഇക്കായ്ക്കും കുടുംബത്തിനും ആശംസകൾ എന്ന ഈ ഫ്ലെക്സ് ബോർഡ് പതിഞ്ഞത് 100 കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിലാണ്. മിഡിൽ ഈസ്റ്റ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സഫാരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് MD സൈനുൽ ആബിദീനും കുടുംബവും ഞായറാഴ്ചയാണ് ഹജ്ജ് കർമ്മങ്ങൾക്കായി പുറപ്പെടുന്നത്. നാട്ടിലെ സാമൂഹ്യ രംഗത്തും സജീവമായ സൈനുൽ ആബിദീന് ഏറ്റവും മധുരമുള്ള യാത്രാമംഗളമായി മുത്തപ്പൻ മഠപ്പുര ക്ഷേത്രമുറ്റത്തുയർന്ന ഈ ഫ്ലക്സ് ഈ സമൂഹത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. കാരണം കേരള സ്റ്റോറി ഒക്കെയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു റിയൽ സ്റ്റോറി പോലെ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത ഈ ക്ഷേത്ര കമ്മിറ്റിയെ ശരിക്ക് ഹൃദ്യമായി ഞാൻ
ആശംസിക്കുകയാണ്, സന്തോഷം രേഖപ്പെടുത്തുകയാണ്. സോഷ്യൽ മീഡിയ പങ്കുവയ്ക്കുന്ന അത്ഭുതത്തിനും ആവേശത്തിനും അപ്പുറം മൊഗേരിയുടെ മതേതര മണ്ണ് ഇങ്ങനെയാണെന്ന് പറയുന്നു ക്ഷേത്ര ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ. ഇത് നമ്മുടെ നാടിൻ്റെ മനസ്സാണ്. ഇത് നമ്മളാരും പ്രത്യേക ഒരു വൈറൽ ആകാൻ വേണ്ടി സൃഷ്ടിച്ച ഒരു സംഭവമല്ല. നമ്മുടെ നാടിൻ്റെ മനസ്സ് യഥാർത്ഥത്തിൽ ഇവിടെ കാണിക്കാനുണ്ടായിട്ടുള്ളത്. ഇത് തീർച്ചയായും നാടിൻ്റെ മതേതര സ്വഭാവത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ജനവിഭാഗം ആകെ തന്നെ ഇത് ഏറ്റെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയ രംഗത്ത് ഇത് വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമാണ്. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന കമൻറ്റുകൾ ചിത്രത്തിന് താഴെ നിറയുകയാണ്. മൊഗേരിയിലെ ജനത്തിന് കയ്യടിക്കുകയാണ് സോഷ്യൽ മീഡിയ. ന്യൂസ് 18 കണ്ണൂർ. വീടിന് ചുറ്റുമുള്ള പറമ്പിലും ടെറസിലും വിവിധയിനം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്യുകയാണ് കോഴിക്കോട്ടെ ദമ്പതികൾ. മുക്കം ഭംഗിപുരം ചേങ്ങലേരി മീത്തൽ ഷാജിയും ഭാര്യ പ്രസീതിയുമാണ് വീട്ടുമുറ്റം പച്ചക്കറി പഴവർഗ്ഗങ്ങളാൽ സമൃദ്ധമാക്കുന്നത്. റംബുട്ടാൻ, ഡ്രാഗൺ, സ്വീറ്റ് ലൂബി, റെയിൻ ഫോറസ്റ്റ് പ്ലം, സാൻഡ്രോപ്പ്, വൈറ്റ് ഞാവൽ തുടങ്ങി വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട അഭിയു, പേരയ്ക്ക, സീതപ്പഴം എന്നിങ്ങനെ 50ഓളം ഇനമാണ് മുക്കത്തെ ഈ വീട്ടുമുറ്റത്ത് വളരുന്നത്. ഷാജിയും പ്രസീതയും വീടിന് ചുറ്റുമുള്ള പറമ്പിലും ടെറസിലുമാണ് ഇവ കൃഷി ചെയ്യുന്നത്. സഹകരണ ബാങ്ക് ജീവനക്കാരായ ഇരുവരും ജോലി കഴിഞ്ഞുള്ള സമയമാണ് കൃഷിക്കായി മാറ്റിവെക്കുന്നത്. വീട്ടിലേക്ക് ആവശ്യമായ വ്യത്യസ്ത പച്ചക്കറികളും ഇവർ കൃഷി ചെയ്യുന്നു. മായമില്ലാത്ത ഭക്ഷണം എന്ന ചിന്തയാണ് കൃഷിയിലേക്ക് എത്തിച്ചതെന്ന് ഇവർ പറയുന്നു. ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഒരു രാത്രി 10-11 മണി വരെ ഉണ്ടാവും. ടോർച്ച് അടിച്ചിട്ടായാലും ഇതിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ. അത് എൻ്റെ ഒരു സന്തോഷമാണ്. രാവിലെ ആയിക്കഴിഞ്ഞാലും എങ്ങനെയായാലും ടൈമില്ലേ എന്തായി കഴിഞ്ഞാലും ഒരു മണിക്കൂർ ഞാൻ ഇതിൻ്റെ ഒക്കെ ഉള്ളിലുണ്ടാവും. വ്യത്യസ്ത ഇനം പൂച്ചെടികളും ഇവരുടെ വീട്ടുമുറ്റത്തുണ്ട്. മക്കളായ സ്നേഹയും സാൻവിയും കൃഷിയിൽ തൽപരരാണ്. ന്യൂസ് 18 മുക്കം. തരിശുപാടത്ത് നെൽകൃഷി ഇറക്കി കാസർഗോഡ് പള്ളിക്കര പാടശേഖര നെല്ലുൽപാദക സമിതി. 85 ഏക്കറിലാണ് കർഷക കൂട്ടായ്മയിൽ വിത്തിട്ടത്. കാലവർഷം ചതിച്ചില്ലെങ്കിൽ മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. ചെറുകുണ്ട് റെയിൽപാളത്തിന് സമീപത്തെ തരിശിട്ട ഭൂമി ഉൾപ്പെടെ 85 ഏക്കറിലാണ് പള്ളിക്കര പാടശേഖര നെല്ലുൽപാദക സമിതി നെൽകൃഷിക്കായി വിത്തിറക്കിയത്. ആതിര, മട്ട, ത്രിവേണി, മനുരത്ന എന്നിവയാണ് കൃഷിയിറങ്ങുന്നത്. തുടർച്ചയായ 4ാം വർഷമാണ് ഇവരുടെ കൂട്ടായ്മയിൽ നെൽകൃഷി ഇറക്കുന്നത്. പള്ളിക്കര പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണവും ഇവർക്കുണ്ട്. പുകയില കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണിത്. നെൽകൃഷിയും പുകയിലയും ഒക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണിത്. ഇപ്പോൾ പുകയില കൃഷി തീരെ ഇല്ലാതായി, നെൽകൃഷിയും തീരെ ഇല്ലാതായ ഒരു നിലയിൽ വന്നിരുന്നു. എന്നാൽ അതിൽ നിന്ന് മാറ്റം വന്നുകൊണ്ട് നമ്മൾ കുറെ ഭൂമി ഈ പ്രദേശത്ത് കൃഷിയെടുക്കാൻ വേണ്ടി തുടങ്ങി. അത് ഇപ്പം വിപുലീകരിച്ചുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നമ്മൾ കൃഷി വ്യാപിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷം പൂച്ചക്കാട് വയലിലിറക്കിയ കൃഷിയിൽ മികച്ച വിളവാണ് ലഭിച്ചത്. ഇക്കുറിയും കാലവർഷം ചതിച്ചില്ലെങ്കിൽ നല്ല വിളവാണ് പ്രതീക്ഷിക്കുന്നത്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി. സാധാരണ ആ ഘട്ടങ്ങളിലൊക്കെ തരിശ് കൃഷിയും മറ്റും കൃഷി ചെയ്യുകയും പിന്നീട് അടുത്ത വർഷം അത് തുടരാത്ത ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. എങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത്. പ്രദേശത്ത് മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനമില്ലാത്തത് ആശങ്കയാകുന്നുണ്ട്. അധികൃതർ ഇടപെട്ട് പരിഹാരം കണ്ടെത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് ചീമേനി അരിയിട്ടപ്പാറയിലെ മഹാശിലയുഗ കാലഘട്ട ചരിത്രശേഷിപ്പുകൾ ആർക്കിയോളജി വിഭാഗം അടയാളപ്പെടുത്തി തുടങ്ങി. 1800 വർഷം മുമ്പ് മനുഷ്യർ നിർമ്മിച്ച ചെങ്കല്ലറകളാണ് ഇവിടെയുള്ളത്. പല കാലഘട്ടങ്ങളായി കണ്ടെടുത്ത ചരിത്ര അവശേഷിപ്പുകളാണ് സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അടയാളപ്പെടുത്തുന്നത്. മഹാശിലായുഗ കാലഘട്ടത്തിൽ മനുഷ്യൻ നിർമ്മിച്ച അറകളും ഗുഹകളും തുറന്നു പരിശോധിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ആരംഭിക്കാനിരിക്കുന്ന നിർദ്ദിഷ്ട മാലിന്യ സംഭരണ പദ്ധതിയുടെ ഭാഗമായി കൂടിയാണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അരിയിട്ടപാറയിൽ ചുരുങ്ങിയത് 30ഓളം നന്നങ്ങാടികളും ഗുഹകളും കണ്ടേക്കാമെന്നാണ് ചരിത്ര ഗവേഷകർ കരുതുന്നത്. കണ്ടെത്തിയിട്ടുള്ള ഗുഹകളിൽ പലതും ഇതേവരെ തുറന്നിട്ടില്ലാത്തവയാണ്. മനുഷ്യരുടെ അസ്ഥികൾ, മൺപാത്രങ്ങൾ, ഇരുമ്പ് ആയുധങ്ങൾ, കല്ലുകൊണ്ടുള്ള മുത്തുകൾ എന്നിവയാണ് സാധാരണയായി ഇത്തരം ഗുഹകളിൽ നിന്നും കണ്ടുകിട്ടാറുള്ളത്. ആർക്കിയോളജി വിഭാഗത്തിൽ നിന്നുള്ള കെ കൃഷ്ണരാജിന്റെ നേതൃത്വത്തിലാണ് ഗവേഷണം പുരോഗമിക്കുന്നത്. ചരിത്ര ഗവേഷകൻ നന്ദകുമാർ കോറോത്ത്, ചരിത്ര അധ്യാപകൻ CP സജീവൻ എന്നിവർ 4 വർഷങ്ങൾക്ക് മുമ്പ് ഇവയെക്കുറിച്ച് പഠനം നടത്തിയിരുന്നു. ന്യൂസ് 18 ചീമേനി. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5500 രൂപ, പവന് 44,000, വെള്ളി ഗ്രാം 80, കിലോ 80,000, പ്ലാറ്റിനം ഗ്രാമിന് 3507 രൂപ.
താരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. താരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. കായിക വാർത്തകൾ. യുവേഫ നേഷൻസ് ലീഗിൽ സ്പെയിൻ ക്രൊയേഷ്യ ഫൈനൽ. രണ്ടാം സെമിയിൽ സ്പെയിൻ ഇറ്റലിയെ തോൽപ്പിച്ചു. 1-നെതിരെ 2 ഗോളുകൾക്കാണ് സ്പാനിഷ് പട ജയിച്ചു കയറിയത്. 3-ാം മിനിറ്റിൽ പിനോയുടെ ഗോളിൽ സ്പെയിൻ മുന്നിലെത്തി. 11-ാം മിനിറ്റിൽ പെനാൽറ്റി വലയിൽ എത്തിച്ച് ഇമോബിക്ഷ ഇറ്റലിയെ സമനിലയിലാക്കി. കളി തീരാൻ 2 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ ജോസുലു സ്പെയിനിന്റെ വിജയ ഗോൾ അടിച്ചു. അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ അർജന്റീനയ്ക്ക് തകർപ്പൻ വിജയം. എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഓസ്ട്രേലിയയെ തോൽപ്പിച്ചു. 2-ാം മിനിറ്റിൽ മെസ്സിയും 68-ാം മിനിറ്റിൽ പെസേലയുമാണ് ലോക ചാമ്പ്യന്മാരുടെ വിജയ ഗോൾ നേടിയത്. Still plenty up for Argentina. It's 2. Beautifully flighted delivery. A little stumble and there is no whistle. And Argentina will continue. It's Leo Messi. Oh! In 2 minutes. And it is classic Messi. Incredible. ജൂൺ 18-നാണ് ഫാദേഴ്സ് ഡേ. ജീവിതത്തിൽ അച്ഛൻ ചെലുത്തിയ സ്വാധീനം ഓർക്കാനും ആദരിക്കാനുമുള്ള അവസരമാണ് ഓരോ ഫാദേഴ്സ് ഡേയും. ഈ ദിനത്തിൽ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ടവർ അവരുടെ അച്ഛൻ ചെലുത്തിയ സ്വാധീനം ഓർത്തെടുക്കുകയാണ് ന്യൂസ് 18-ലൂടെ. അറിവിന്റെ സൂര്യവെളിച്ചമാണ് അച്ഛൻ. അനുഭവങ്ങളുടെ കാണാക്കടൽ. ആ ചൂണ്ടുവിരൽ വഴിയിലൂടെ എന്നും കണ്ണുമടച്ച് നടക്കാമായിരുന്നു. കാരമുള്ളോ കാണാക്കുഴിയോ ഭയക്കേണ്ടാത്ത നേരിന്റെ വഴി. കാർക്കശ്യത്തിന്റെ പുറന്തോടിനുള്ളിൽ കാമ്പുള്ള ഇളനീർ മധുരം. കണ്ണീർ മഴയിൽ കരുതലിന്റെ കുടയായി അച്ഛൻ എന്നും ഒപ്പമുണ്ട്. ഞാൻ പാടുന്ന പല പാട്ടുകളും എൻ്റെ മനസ്സിലുള്ള പാട്ടുകളും കവിതകളും ഒക്കെ തന്നെ നമുക്ക് അച്ഛൻ്റെ കവിതകൾ ഞാൻ എപ്പോഴും ചൊല്ലാറുള്ളത്. ഈവൻ എന്നും നമ്മൾ റെക്കോർഡിങ് ഒരു മൂഡിലാണെങ്കിൽ അത് ചൊല്ലാറുണ്ട്. അപ്പോൾ അതിലെ താളം, അച്ഛൻ്റെ പല പാട്ടുകളിലെയും താളങ്ങൾ കണ്ടെത്തി അതിനെ സംഗീതം കൊടുക്കുക എന്ന് പറഞ്ഞത് പല സംഗീത സംവിധായകരും പറഞ്ഞിട്ടുണ്ട്. അതൊരു ചലഞ്ചാണ്. പ്രത്യേകിച്ച് അച്ഛൻ്റെ ഈണത്തിൽ ചൊല്ലിക്കൊടുത്ത് കഴിഞ്ഞാൽ അവർക്കതിൻ്റെ ആ ഒരു താളം കിട്ടും. അച്ഛനെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു നടനെ പോലും അച്ഛൻ സമൻ ആയിട്ടാണ് കാണുന്നത്. എപ്പോഴും നമ്മൾ ജീവിതത്തിൽ പഠിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മളെല്ലാവരും ഒരേപോലെ കാണുക എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും പ്രാക്ടിക്കലായിട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഫയൽ ചെയ്തിരിക്കുന്നത്